ബാക്കി വന്ന പൈസക്ക് അവൻ സിനിമക്ക് പോയത്ര. സിനിമന്ന് ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പണിക്ക് പോവാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഈ സിനിമയുടെ പിന്നാലെ നടന്നു കിടന്ന എന്റെ ജീവിതം കൂടിയാണ് നീ നശിപ്പിക്കുന്നേ. സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തുള്ളൂ? നീയോ? എനിക്കറിയില്ല, എന്തേലും ചെയ്യ്. സാർ ഇതിന്റെ പുതിയൊരു ഷോർട്ട് ഫിലിമാണ്. സാറിന്റെ അടുത്ത പടത്തിലൊരു ചാൻസ്. കുറച്ച് സമാധാനം താടാ മോനെ. ദാരുണേ, ആരുടെ പെണ്ണിക്കൊണ്ട് കയറ്റിവിട്ടേ? ഉമ്മ ഞങ്ങളൊരു പടത്തിന് പോയിട്ട് വരാം. ഓന്റെ മോനെ ഓന്റെ ഒപ്പം പോവല്ലടാ. ഈ സിനിമക്കാരൊക്കെ കഞ്ചാവാണെന്നാണ് എടാ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, സിനിമയിൽ അഭിനയിക്കാനുള്ള മോന്റെ ഒന്നും നിനക്ക് ഇല്ലടാ. നീ ഒരു കാര്യം ചെയ്യും, വേറെ വല്ല പണിക്ക് പോവാൻ നോക്ക്. എവിടേക്ക് സിനിമ ആടണം കൂടെ? ഒരു സിനിമ നടൻ. എടാ ഞാൻ ഓഡിഷൻ സ്ഥലത്തായിട്ടുണ്ട്, എനിക്ക് എന്തായാലും വേഷമുണ്ട്. പിന്നെ പുതിയ പ്രൊഡക്ഷൻ ആയോണ്ടേ നീ ആ കൺട്രോൾ എടുത്ത് ഒരു 2 ലക്ഷം രൂപ എവിടുന്നെങ്കിലും സങ്കല്പിച്ച് കൊടുക്ക്. പിന്നെ ഭാവിയിലെ സൂപ്പർ സ്റ്റാർ അല്ലേ നീ. അത് അവിടെ നിന്ന് മാറ്റി വെക്കണേ. പോയിട്ട് എന്തായി? കോടിക്കണക്കിന് റുപ്യക്ക് സിനിമയിൽ നിന്ന് അവർക്ക് എന്തിനാണ് നമ്മുടെ 2 ലക്ഷം റുപ്യ? നാളത്തെ സൂപ്പർ സ്റ്റാറെ. മച്ചാനെ പടം ഓണായെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു എടാ അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. 2 ദിവസം മുന്നെങ്കിലും വിളിക്കാന്നല്ലേ നിനക്ക്? മതിയാക്കടാ, എല്ലാവരും പറയുന്ന പോലെ ഇതൊന്നും നമുക്ക് പറഞ്ഞ പരിപാടി ആയിരിക്കില്ല. വേറെ വല്ല പണിക്കും പോകണം. എടാ ഓർമ്മ വെച്ച കാലം തൊട്ട് കൊണ്ടു കിടക്കാൻ തുടങ്ങിയാണ് ഈ സിനിമാ പ്രാന്ത്. എന്നെ പോലെ 100 അല്ല 1000 ആൾക്കാർ ചാൻസ് കണ്ടിയും ഇൻസൾട്ട് അനുഭവിച്ച് നടക്കുന്നു. ആരെയും എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോഴേക്കും നിർത്താനുള്ളതല്ല ഇതൊന്നും. എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. ഒരു വഴി അടഞ്ഞ 1000 വഴി തുറക്കും. ആക്ഷൻ.